നമസ്കാരം. എക്സോലോജിക് ഇടപാട് മുഖ്യമന്ത്രിക്ക് പേടി സ്വപ്നമായി മാറിയ പശ്ചാത്തലത്തിലാണ് അയോധ്യ കേസിൽ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ CS വൈദ്യനാഥനെ കേരള സർക്കാരിന് വേണ്ടി KSIDC ചുമതലപ്പെടുത്തിയത്. സുപ്രീം കോടതിയിൽ KSIDCക്ക് സ്വന്തം സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉള്ളപ്പോഴാണ് ശൂന്യമായ ഖജനാവിൽ നിന്ന് ക്ഷേമ പെൻഷൻ പോലും നൽകാൻ പണമില്ലാത്തപ്പോൾ 25 ലക്ഷം രൂപ മുടക്കി ഈ അഭിഭാഷകനെ ഇറക്കിയത്. പക്ഷേ അതെല്ലാം തന്നെ വെറുതെ ആയിരിക്കുകയാണ്. കാരണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം, അതായത് SFIO, KSIDCയുടെ ഓഫീസിലും എത്തി. ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദാണ് റെയ്ഡിന് എത്തിയത്. CMRL റെയ്ഡ് പൂർത്തിയാക്കിയാണ് KSIDCയിൽ എത്തുന്നത്. ഇനി ഈ അന്വേഷണം കറങ്ങി തിരിഞ്ഞ് എന്തായാലും എക്സോലോജിക്കിലേക്ക് എത്തും. വീണ വിജയനെ ചോദ്യം ചെയ്യുകയും ചെയ്യും. അറസ്റ്റിലേക്ക് കടക്കേണ്ട സാഹചര്യം ഉണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. KSIDC നൽകുന്ന മറുപടി അതീവ നിർണായകമാണ്. 4 ഉദ്യോഗസ്ഥരാണ് KSIDCയിൽ എത്തിയത്. ഇതോടെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിലേക്കും എത്തിയിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനത്തിലെ പരിശോധനകൾ അതിനിർണായകമാണ്. KSIDCയും CMRLും തമ്മിലെ ഇടപാടുകളാണ് അന്വേഷിക്കുന്നത്. CMRLിൽ KSIDCക്ക് ഓഹരി പങ്കാളിത്തമുണ്ട്, മുഴുവൻ സമയ ഡയറക്ടറുമുണ്ട്. അതുകൊണ്ട് തന്നെ വീണ വിജയന്റെ കമ്പനിക്ക് നൽകിയ പണം സർക്കാർ സംവിധാനത്തെ സ്വാധീനിക്കാനാണെന്നാണ് ആരോപണം. ഈ സാഹചര്യത്തിലാണ് KSIDCയിലേക്ക് സംഘം എത്തിയത്. സ്വകാര്യ കാറിലാണ് KSIDCയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. പതിയെ കാറിൽ നിന്നിറങ്ങി ഉദ്യോഗസ്ഥർ KSIDCയിലേക്ക് നടന്നു കയറി. ഇതോടെ മാസപ്പടിയിലെ അന്വേഷണം പുതിയ തലത്തിലേക്ക് എത്തി. കരിമണൽ കർത്തയുടെ നിയന്ത്രണത്തിലുള്ള CMRLിൽ 2 ദിവസമാണ് റെയ്ഡ് നടത്തിയത്. ജീവനക്കാരുടെ മൊഴിയും എടുത്തു. ഈ സാഹചര്യത്തിലാണ് KSIDCയിലെ അന്വേഷണം. CMRLിൽ 2 ദിവസം പരിശോധന നടത്തിയതിന് ശേഷമാണ് തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് ഇവരെത്തുന്നത്. ഇവിടെ പരിശോധന തുടരുകയാണ്. മാസപ്പടി ആരോപണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടങ്ങിയത് തിങ്കളാഴ്ചയാണ്. ആദ്യ 2 ദിവസം എക്സോലോജിക് കമ്പനിയുമായുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ടാണ് കരിമണൽ കമ്പനിയായ CMRLിന്റെ ആലുവയിലുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ റെയ്ഡ് നടന്നത്. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO നടത്തുന്ന റെയ്ഡിൽ ED സംഘവും ഉൾപ്പെട്ടിട്ടുണ്ട്. എക്സോലോജിക് കമ്പനിയും CMRLും തമ്മിൽ നടത്തിയ ഇടപാടുകളാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സംഘം പരിശോധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് SFIO അന്വേഷണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. 8 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. CMRL ഓഫീസിൽ നടത്തിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കണ്ടെത്തിയത് നിർണായക തെളിവുകളാണ്. കരിമണൽ സംസ്കരണ കമ്പനിയായ CMRLന്റെ അറ്റാദായവും കമ്പനിയുടെ ആസ്തിയും തമ്മിൽ വലിയ അന്തരമാണ് കണ്ടെത്തിയത്. പ്രാഥമിക തെളിവെടുപ്പിലാണിത് വ്യക്തമായത്. കരിമണൽ ഖനനത്തിനും സിന്തറ്റിക് റൂട്ടൈൽ നിർമ്മാണത്തിനും ഒത്താശ ലഭിക്കാൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും 135 കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന ആരോപണത്തിലാണ് അന്വേഷണം. ആദായ നികുതി വകുപ്പിന് CMRL സമർപ്പിച്ച കണക്ക് പ്രകാരം 2016 മുതൽ 2023 വരെ കമ്പനി നേടിയ ലാഭനഷ്ട കണക്കുകളുടെ കണക്കെടുപ്പും പരിശോധനയുമാണ് നടത്തുന്നത്. 2023 മാർച്ച് 31 കമ്പനിയുടെ പ്രഖ്യാപിത അറ്റാദായം 73 കോടി രൂപ മാത്രമാണ്. എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ കമ്പനിയുടെ യഥാർത്ഥ ലാഭം ഇതിലുമേറെയാണ്. യഥാർത്ഥ ലാഭത്തിന്റെ 4/1 പോലും കമ്പനിയുടെ ആസ്തിയായി മാറിയില്ലെന്നും കണ്ടെത്തി. ഈ പണം എന്തു ചെയ്തു, ആർക്കു നൽകി എന്നാണ് SFIO കണ്ടെത്താൻ ശ്രമിക്കുന്നത്. വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്യാനും സാധ്യതയേറെയാണ്. 73 കോടി രൂപ അറ്റാദായമുള്ള കമ്പനിക്ക് 135 കോടി രൂപ പലർക്കായി നൽകാൻ കഴിയില്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം. കമ്പനിയുടെ യഥാർത്ഥ വരുമാനം എത്രയെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഏതെല്ലാം ഷെൽ കമ്പനികളുടെ മറവിലാണ് കള്ളപ്പണം വെളുപ്പിച്ചതെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇതിനുള്ള ഫോറൻസിക് ഓഡിറ്റിംഗ് SFIO ഉടൻ ആരംഭിക്കും. ഇത് അതീവ നിർണായകമായി മാറും. വീണ വിജയന്റെ കമ്പനി എക്സോലോജിക്കിനെതിരെയുള്ള കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം വഴി തുറക്കുക ED അന്വേഷണ സാധ്യതകളിലേക്ക് ആണ്. വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ
വെട്ടിപ്പിക്കൽ കണ്ടെത്തിയാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഫയൽ ചെയ്യുന്ന പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാകും ED കേസെടുക്കുക. ഇതിനൊപ്പം CBIയും വരും. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ എറണാകുളത്തെ ആദായ നികുതി വകുപ്പ് ആസ്ഥാനം സന്ദർശിച്ച് തെളിവുകൾ ശേഖരിച്ചിരുന്നു. CMRL കമ്പനി കാലാകാലങ്ങളായി സമർപ്പിക്കുന്ന ആദായ നികുതി രേഖകളാണ് പരിശോധിച്ചത്. ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസിലെ ഉദ്യോഗസ്ഥരാണ് SFIO സംഘത്തിലുള്ളത്. എക്സോലോജിക് മാത്രമല്ല, CMRL നിന്ന് പണം വാങ്ങിയ വിവിധ രാഷ്ട്രീയ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം SFIO അന്വേഷണത്തിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. മകൾ കമ്പനി തുടങ്ങിയത് അമ്മ നൽകിയ പണം ഉപയോഗിച്ചാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും പിണറായി വിജയൻ നിയമസഭയിൽ പ്രസ്താവിച്ചിരുന്നു. നന്ദി.